പ്രായമേറെയായ പിതാവ്, അദ്ദേഹം വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെയാണ് സ്ട്രോക്ക് ബാധിച്ച് അനക്കമില്ലാതെ കിടക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് പ്രായമേറെയായ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞപ്പോൾ ഡോക്ടർമാർ കാര്യമായ പ്രതീക്ഷയൊന്നും നൽകുന്നില്ല. എന്നാലും നമുക്ക് അല്ലാഹുവിലാണല്ലോ പ്രതീക്ഷ. ജീവനോടെ ഈ കിടത്തം കിടന്നാൽ മതി, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് ആ വയസ്സായ ഉമ്മ പറയുമ്പോൾ അവരുടെ പ്രായം 65 വയസ്സിന് മീതെയാണ്. ഇത്ര കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും യാതൊരു മടുപ്പോ യാതൊരു തരത്തിലുമുള്ള അകൽച്ചയോ തോന്നാത്ത വിധമുള്ള ഈ ഇഷ്ടവും ഈ സ്നേഹവും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കിടയിൽ വെച്ച വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. വ്യത്യസ്ത കുടുംബത്തിലും വ്യത്യസ്ത സാഹചര്യത്തിലും ജീവിച്ച് വളർന്ന രണ്ടുപേർ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നതോടെ പിന്നീട് ഒന്നായി മാറുകയാണ്. ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും സമാധാനത്തോടുകൂടെ ജീവിക്കാൻ പറ്റിയ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു സമ്പാദ്യം തന്നെയാണ്. മഴ കനക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഓർമ്മയുണ്ടാകുന്നത് കഴിഞ്ഞുപോയ പ്രളയങ്ങളാണ്. 25 കൊല്ലം ഗൾഫിൽ കഠിനാധ്വാനം ചെയ്ത് പടുത്തുയർത്തിയ ഒരു വീട് ശക്തമായ മഴവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോയപ്പോൾ അയാൾക്ക് നേരെ മീഡിയക്കാർ അവരുടെ മൈക്കും ക്യാമറയും തിരിച്ചു വെച്ച് ചോദിച്ചു, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്ന്. അദ്ദേഹം പറഞ്ഞത്, ജീവിതകാലം സമ്പാദിച്ചത് മുഴുവൻ ഒലിച്ചു പോയെങ്കിലും എന്റെ 2 മക്കളെയും ഭാര്യയെയും ജീവനോടെ എനിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തിന്റെ കണ്ണുനീർ പൊഴിക്കുകയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത്. എത്ര വലിയൊരു അത്ഭുതമാണ് യഥാർത്ഥത്തിൽ ഇത്. പണവും വിദ്യാഭ്യാസവും യോഗ്യതയും ഭൗതികമായ നേട്ടങ്ങളും മതിയെന്നും വിവാഹമൊന്നും ആവശ്യമില്ലെന്നും വിചാരിക്കുന്ന ചില ആളുകൾക്ക് പുതിയ തലമുറയ്ക്ക് അറിയാത്ത രഹസ്യമാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത്. ഒരു വേള പ്രത്യക്ഷത്തിൽ അവർ അടികൂടുന്നതും കലഹിക്കുന്നതും വക്കാണത്തിലാകുന്നതുമായിരിക്കും കാണുന്നത് എങ്കിൽ പോലും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകാത്ത അഭേദ്യമായൊരു സ്നേഹബന്ധം ദാമ്പതികൾക്കിടയിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. അത് ഈ ദുനിയാവിൽ ആസ്വദിക്കാനുള്ളതാണ്, അതിന് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതുമാണ്. അതിലൂടെ നമ്മുടെ ദീനിയായിട്ടുള്ള സുരക്ഷ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഉറപ്പുവരുത്തുകയാണ്. നമ്മുടെ പാരമ്പര്യത്തിന്റെ തുടർച്ചയും നമ്മെ ബാധിക്കാനിരിക്കുന്ന സകല പ്രയാസങ്ങൾക്കും ഒരു ആശ്വാസവുമായിട്ട് പടച്ച റബ്ബ് വെച്ചതാണ്. അത് മാത്രമല്ല, മരണത്തിനപ്പുറവും സ്വർഗത്തിൽ ഒരുമിച്ച് സന്തോഷത്തോടെ ഇതേ ഇണയോടൊപ്പം മക്കളോടൊപ്പം ജീവിക്കാനാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല വിവാഹ ജീവിതം നമുക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നോക്കേണ്ടത് സൗന്ദര്യത്തെക്കാളും മറ്റു യോഗ്യതകളെക്കാളും ഫദ്ഫർ ബിദാത്തി ദീൻ, ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോൾ ദീന് തെരഞ്ഞെടുക്കണമെന്നാണ്. ഒരു ആണിനെ തെരഞ്ഞെടുക്കുമ്പോൾ സൽസ്വഭാവവും ദീനുമുള്ള ഒരുത്തൻ നിന്റെ മകൾക്ക് വിവാഹവുമായിട്ട് വന്നാൽ നീ അവന് വിവാഹം ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ ഭൂമിയിൽ ഫിത്നയും ഫസാദും ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ദീനുള്ള 2 പേർ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ അവിടെ സന്തോഷവും സമാധാനവും ഇരട്ടിയാവുകയാണ്. ഈ ജീവിതത്തിൽ ബാധിക്കാനിരിക്കുന്ന സകല പ്രയാസങ്ങളെയും പ്രതിസന്ധിയെയും ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് പരസ്പരം ആശ്വസിപ്പിക്കാനും തണലാവാനും കൂട്ടാവാനും അവർക്ക് സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, റഹിമല്ലാഹു റജുലൻ റഹിമല്ലാഹു ഇംറഅതൻ, ഒരാണിനും ഒരു പെണ്ണിനും അള്ളാഹു കരുണ ചൊരിയട്ടെ. എന്താണ് അവർ രണ്ടുപേരും നേടിയെടുത്തത്? ഒരാൾ രാത്രി ഉണർന്നപ്പോൾ തന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തുകയാണ്, ഭർത്താവ് ഉണർന്നിട്ട് ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. എന്തിനു വേണ്ടിയാണ്? ബിസിനസിനോ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തിൽ വന്നിറങ്ങി, ചോദിച്ചോളൂ ഞാൻ നൽകാം, സഹായം തേടൂ സഹായിക്കാം, പാപമോചനം തേടൂ പാപം പുറത്തു തരാം എന്ന് പറയുന്ന ആ രാത്രിയുടെ അന്ത്യയാമങ്ങൾ ലോകം മുഴുവൻ കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് തന്റെ ഇണയെയും ചേർത്ത് പിടിച്ച് രാത്രി നമസ്കരിക്കുന്ന ഒരാണിനും പെണ്ണിനും പടച്ച റബ്ബ് കരുണ ചൊരിയട്ടെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് സഹോദരന്മാരെ ഈ ഒരു ഹദീസുമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സ്നേഹവും ഈ ഒരു കരുണയും ഈ ഒരു ലാളനയും ഇന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. പലപ്പോഴും പരസ്പരമുള്ള ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ നിവർത്തിച്ചു പോകാനുള്ള ഒരു ഇടപാടുകൾ മാത്രമായി മാറുകയാണ്. വിവാഹമൊക്കെ വലിയ വലിയ മാമാങ്കങ്ങളായി കഴിഞ്ഞു പോകുമെങ്കിലും അടുത്ത ദിവസങ്ങളിൽ അവർ തമ്മിലുള്ള കലഹങ്ങൾ ആരംഭിക്കുകയാണ്.
കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വിവാഹം എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ദീനാകട്ടെ ദുനിയാവാകട്ടെ, എവിടെയും നമുക്ക് പടച്ച റബ്ബിന്റെ ബറക്കത്ത് ഇല്ലാതെ പോയാൽ അതൊരു വല്ലാത്ത കുറവ് തന്നെയായിരിക്കും. ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല, ലക്ഷക്കണക്കിന് ഫാൻ ബേസ് ഉണ്ടായിട്ട് കാര്യമില്ല. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പക്കൽ നിന്നുള്ള ഒരു ബറക്കത്ത് നമുക്ക് വേണം. അതുകൊണ്ടാണ് നിക്കാഹിന്റെ വേദിയിൽ നമുക്ക് ഏറ്റവും ആവർത്തിച്ച് പ്രാർത്ഥിക്കാനുള്ളത്, ബാറക്കല്ലാഹു ലക വ ബാറക അലൈക വ ജമഅ ബൈനകും ഫിൽ ഖൈർ. മനസ്സ് തട്ടി ഇവിടെ വിവാഹിതരാകുന്ന ഷാബിനും നിഹിലക്കും വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണത്. കാരണം പടച്ച റബ്ബിന്റെ ബർക്കത്തുണ്ടെങ്കിലാണ് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുക. ഒന്നാമത്തെ ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകേണ്ടതാണ്. അത് ലഭിക്കാൻ പടച്ച റബ്ബും നമ്മളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. ജീവിതത്തിൽ നിരവധി പരീക്ഷണങ്ങളിലൂടെയാണ് പ്രവാചകന്മാർ കടന്നുപോയത്, സ്വഹാബത്ത് കടന്നുപോയത്. അവരാരും തളർന്നു പോയിട്ടില്ല, അവരാരും തകർന്നു പോയിട്ടില്ല. പട്ടിണി കടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഭർത്താവ് ശമ്പളമില്ലാതെ ഭക്ഷണമില്ലാതെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് പറ്റിയത് പടച്ചവനോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ആ പടച്ചവനോടുള്ള കമ്മിറ്റ്മെന്റ് ബാധ്യത നമ്മൾ വൃത്തിയായി പൂർത്തീകരിക്കുമ്പോൾ, നിർവഹിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറത്തും ഭംഗിയാക്കി തരും. അതെന്റെ വെറും വാക്കല്ല, വിശുദ്ധ ഖുർആന്റെ വാക്കാണ്. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ ഫഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. പടച്ച റബ്ബിലുള്ള വിശ്വാസം ശരിപ്പെടുത്തി അള്ളാഹുവിന് പ്രിയപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹ് നല്ല ജീവിതം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ഈ ദുനിയാവിലും ഖബറിലും പരലോകത്തുമുണ്ട് എന്നാണ് ആയത്തിനെ വ്യാഖ്യാനിച്ച് മുഫസ്സിറുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഭാഗം സമാധാനം ആഗ്രഹിക്കുന്നോ, സന്തോഷം ആഗ്രഹിക്കുന്നോ, റഹ്മത്തും സക്കീനത്തും അതുപോലെ തന്നെയുള്ള മവദ്ദത്തും എല്ലാം ലഭിക്കണമെങ്കിൽ പടച്ചവനും നമ്മളും തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ടായിരിക്കണം. അത് ഈ ദുനിയാവിലെ നേട്ടങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ആഖിറത്തിനുള്ള നമ്മുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗം നേടലാണ്. അതിനും പടച്ചോനും നമ്മളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ആ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സമാധാനപൂരിതമായ ഒരു ജീവിതം നമുക്ക് ഇല്ലായ്മയാണെങ്കിലും പ്രയാസമാണെങ്കിലും ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, നമ്മൾ പടപ്പുകൾ ചെയ്യേണ്ട വിഷയമാണ്. രണ്ടുപേർ ആദ്യമായിട്ട് വിവാഹത്തിന്റെ പേരിൽ പരിചയപ്പെടുകയാണ്. ആരാണെന്നോ എന്താണെന്നോ ഇന്നു മുതൽക്ക് പഠിച്ചു തുടങ്ങുകയാണ്. അതിനു മുമ്പ് തന്നെ മനസ്സിലൊരു ധാരണ വെച്ച് പല ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള മീഡിയകളിൽ നിന്നും മറ്റൊക്കെ ലഭിച്ചിട്ടുള്ള ധാരണകൾ വെച്ച് ദാമ്പത്യ ജീവിതം മുന്നോട്ട് തള്ളാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. രണ്ടുപേർ പരസ്പരം അടുത്തറിയാനും രണ്ടുപേരും പരസ്പരം ആത്മാർത്ഥമായി അളവറ്റ് സ്നേഹിക്കാൻ, ആ സ്നേഹത്തിന്റെ പേര് അൺകണ്ടീഷണൽ ലവ് എന്നാണ്. സൗന്ദര്യമുള്ളത് കൊണ്ടോ, നല്ല തറവാടിയായത് കൊണ്ടോ, നല്ല വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ കുടുംബത്തിലേക്ക് എനിക്കൊരു മെമ്പർഷിപ്പ് കിട്ടിയാൽ ഇന്ന നേട്ടങ്ങളുണ്ട് എന്നതുകൊണ്ടോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതല്ല. അള്ളാഹു എനിക്ക് ഇണയാക്കി തന്നതാണ് നിന്നെ എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പടച്ചവൻ ഇണയാക്കി തന്നയാളെ ജീവനോളം സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സ്നേഹം വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഇടപാടുകളിലൂടെയും ക്രയവിക്രയങ്ങളിലൂടെയും തെളിയിക്കാൻ സാധിച്ചാൽ സഹോദരന്മാരെ സമാധാനകരമായ ജീവിതം ഉണ്ടാകും. ഈ ബഹുമാനം, സ്നേഹം, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഗിവ് ആൻഡ് ടേക്ക് ആണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് അത് ഇങ്ങോട്ട് തിരിച്ചു ലഭിക്കുന്നത്. അങ്ങോട്ട് കൊടുക്കുന്നതിന് കണക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടും ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും. ഒരു വേള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിനക്ക് വെറുപ്പുള്ള ചില കാര്യങ്ങൾ കണ്ടാൽ പോലും നീ എന്തു ചെയ്യണം? അവളോടുള്ള സ്നേഹം അല്ലെങ്കിൽ അവനോടുള്ള സ്നേഹം അത് മുന്നിൽ വെച്ചുകൊണ്ട് നീ അവരുടെ മറ്റൊരു നേട്ടത്തെ, ഗുണത്തെ കണ്ട് സമാധാനിക്കണമെന്നാണ്. അതും സ്നേഹമാണ് സുഹൃത്തുക്കളെ. നബിയെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ആയിഷയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു. അത് വെറും ഒരു വാക്കല്ല. ആയിഷ ബീവിയോടൊപ്പമുള്ള ജീവിതത്തിൽ നബിയെ വെറുപ്പിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പെണ്ണാണ്, അവളുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈവൻ ആയിഷ ബീവി വൈകാരികമായി പ്രതികരിക്കുമ്പോൾ പോലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാന്തനായ അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരസ്പരം അടുത്തറിഞ്ഞ് വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുത്ത് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ആത്മാർത്ഥമായി സ്നേഹിക്കാനും ബഹുമാനിക്കാനും രണ്ടുപേരും കടമകളും കടപ്പാടുകളും എന്താണെന്ന് പഠിച്ചറിഞ്ഞ് അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സമാധാനപൂരിതമായ ഒരു ജീവിതം ഉണ്ടാകും. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് കുടുംബത്തിനും സമൂഹത്തിനുമാണ്. കുടുംബവും സമൂഹവുമായിട്ടുള്ള നമ്മൾ ഇവർക്ക് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അതോടൊപ്പം അവർക്ക് നൽകേണ്ടതായ നല്ല ഉപദേശങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും ഒക്കെ വിവാഹിതരാകുന്ന ആളുകൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് സാന്ദർഭികമായി ഈ ഒരു ഉപദേശവും ഇവിടെ നടക്കുന്നത്. കുടുംബത്തിന്റെ ബാധ്യത എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷകരമായി ജീവിക്കാൻ വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനയും എല്ലാറ്റിന്റെയും കൂടെ നമ്മൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇന്നും വിദ്യാസമ്പന്നരെന്ന് പറയുന്ന, ഒരുപാട് വികസിച്ചിട്ടുണ്ടെന്ന് പറയുന്ന, ഒരുപാട്
ഒരുപാട് വളർന്നിട്ടുണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും ഇന്നുമുണ്ട് സുഹൃത്തുക്കളെ സ്ത്രീധനത്തിന്റെ പേരിൽ ആത്മഹത്യകളും കുടുംബത്തിലെ കലഹങ്ങളുടെ പേരിലുള്ള ഒരുപാട് പ്രയാസങ്ങളും. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമ്മുടെ മുസ്ലിം നാമധാരികളായിട്ടുള്ള മുസ്ലിം പേരുള്ള ചെറിയ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ എല്ലാം നമ്മൾ വായിക്കുന്നത് ഇത്രയെല്ലാം വളർന്നിട്ടും വികസിച്ചിട്ടും വിദ്യ അഭ്യസിച്ചിട്ടും ഇന്നും ഈ പറയുന്ന നാത്തും പോരും കണ്ടുകൂടായ്മയും പ്രശ്നങ്ങളും ഒക്കെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതില്ലാത്ത വിധം രണ്ടുപേർ വളരെ കുറഞ്ഞ കാലം നമ്മൾ ജീവിക്കുള്ളൂ ഈ ദുനിയാവില്. അത് എല്ലാവർക്കും സ്നേഹം പകർന്നും പരസ്പരം സഹകരിപ്പിച്ചും പരസ്പരം ഇണക്കി ചേർക്കാനും വിളക്കി ചേർക്കാനും വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചും കൊണ്ട് നമ്മൾ എല്ലാവരും ഇവരുടെ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സമാധാനപൂരിതമായ ഒരു ജീവിതം നയിക്കാൻ വളരെ അനിവാര്യമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിവാഹിതരാകുന്ന രണ്ടുപേർക്കും ഷാബിനും അതുപോലെ തന്നെ നിഹലക്കും സമാധാനകരമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു കുഞ്ഞുണ്ടാകുമ്പോ അവരുടെ വിവാഹമാകുമ്പോ കുടുംബത്തിനൊക്കെ ഒരു വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ എന്താണ്? ഇത്രയും കാലം അവളെ പൊന്നുപോലെ പോറ്റി വളർത്തി, ഇന്ന് ഇവിടെ ഷാബിനെ ഏൽപ്പിക്കുകയാണ്. ഇനി ആ കണ്ണുകൾ നിറഞ്ഞാൽ, ഇനി അവൾക്ക് വല്ല നഷ്ടവും സംഭവിച്ചാൽ, ഇനി അവൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേദനകളിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് വിവാഹിതരാകുന്ന പുരുഷന്മാർ തന്നെയാണ്. കുടുംബത്തിന്റെ വലിയ ബാധ്യത പുരുഷന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ബാധ്യത പുരുഷൻ ഭംഗിയായി നിർവഹിക്കുമ്പോൾ അയാളോടുള്ള അനുസരണവും അയാളെ സന്തോഷിപ്പിക്കലും അയാൾ തന്റെ സ്വർഗവും നരകവും നിർണയിക്കപ്പെടുന്നത് അയാളോടുള്ള എന്റെ കടമയും കടപ്പാടും നിർവഹിക്കുന്നതിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇണകൾ ഭാര്യമാർ മുന്നോട്ട് പോകുന്നതിലൂടെയാണ് ആ ഒരു സന്തോഷം ഉണ്ടാകുന്നത്. രണ്ട് കുടുംബവും ഒരു കല്യാണത്തിലൂടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്, നല്ല ദീനീ ബോധമുള്ള മക്കളെയാണ് ആഗ്രഹിക്കുന്നത്. ഈ കുടുംബം കൂടുതൽ ഇതിലൂടെ വലിയ കുടുംബമായി മാറുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. ആ പ്രതീക്ഷക്കനുസരിച്ച് വളരാൻ രണ്ടുപേർക്കും പടച്ചറബ് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷകരമായ ജീവിതം ഇവിടെയും നാളെ പരലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഈ ഒരു സംഗമത്തിന്റെ എല്ലാവിധ ബർക്കത്തും ഖൈറും ഈ ദമ്പതികൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.